രാഹുൽ മാങ്കൂട്ടത്തിലുമായി പാലക്കാട് വേദി പങ്കിട്ടത് തന്ത്രമായിരുന്നുവെന്ന് വിശദീകരിച്ച് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ. റോഡിന്റെ ക്രെഡിറ്റ് രാഹുലിന് മാത്രം കിട്ടാതിരിക്കാനാണ് പരിപാടികളിൽ പങ്കെടുത്തതെന്ന് പാർട്ടി നേതൃത്വത്തിന് നൽകിയ വിശദീകരണത്തിൽ പറഞ്ഞു. രാഹുൽ ഉറപ്പായും പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നാൽ അത് BJPക്ക് നഷ്ടമെന്നും പ്രമീളയുടെ വിശദീകരണം. അതേസമയം തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ തിടുക്കപ്പെട്ട് പ്രമീളയ്ക്കെതിരെ നടപടി വേണ്ടെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. VS അനു ഉണ്ട് വിവരങ്ങളുമായി. അനു, ഈ വിഷയം BJPക്കുള്ളിലെ ഉൾപോരിനെ തന്നെയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. പൊതുമധ്യത്തിൽ മാപ്പ് പറയണം ഇവർ എന്നാണ് കൃഷ്ണകുമാർ പക്ഷം അവിടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ വിശദീകരണത്തിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ? രാഹുൽ മാങ്കൂട്ടവുമായി വേദി പങ്കിട്ടതുമായി ബന്ധപ്പെട്ട് പ്രമീള ശശിധരനെതിരെ പാലക്കാട് ജില്ലാ BJP വലിയ രീതിയിലുള്ള അമർഷമുണ്ട്. അതവർ പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന അധ്യക്ഷനോട് അവർ ഒരു വിശദീകരണം, അത് രേഖാമൂലം വിശദീകരണം നൽകുന്നതിന് മുമ്പ് തന്നെ അവർ ഫോണിലൂടെ ഒരു വിശദീകരണം നൽകിയിരുന്നു. ആ വിശദീകരണമാണ് ഒരു തന്ത്രപരമായ നീക്കമാണ് താൻ നടത്തിയത്. അതായത് MLA ഫണ്ട് ഉപയോഗിച്ച് ശരിയാക്കിയ റോഡാണ്. 20 ലക്ഷം രൂപ MLA ഫണ്ട് ഉപയോഗിച്ച് നന്നാക്കി റോഡാണിത്. സ്വാഭാവികമായും MLA ആയതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും. അതിന് നമുക്ക് തടയാൻ വേണ്ടി കഴിയില്ല. താൻ ആ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നാൽ BJPയുടെ പ്രാതിനിധ്യം അവിടെ ഇല്ലാതാകും. അതുകൊണ്ടാണ് താൻ ഈ പങ്കെടുത്തത്. അതായത് PMCയിൽ ഒപ്പിട്ടത് തന്ത്രപരമായെന്ന മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രസ്താവന പോലെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തത് BJPയുടെ പ്രമീള ശശിധരന്റെ ഒരു തന്ത്രപരമായ നീക്കം എന്നുള്ളതാണ് അവരുടെ വിശദീകരണം. രാഹുലിന്റെ ഈ പ്രവൃത്തി രണ്ട് രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകുന്നത് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആകുന്നത്, നേട്ടമാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എന്ന് പറയുന്നത് പാലക്കാട്ടെ BJP പൊട്ടിച്ചിതറി ചിന്നിച്ചിതറി നാമാവശേഷമാകുന്നതാണ് നമ്മളിപ്പോ കാണുന്നത്. മറ്റൊന്ന് എന്ന് പറയുന്നത്, രണ്ടിലേറെ കാര്യങ്ങളുണ്ട് കേട്ടോ പറഞ്ഞു വരുമ്പോ. മറ്റൊന്ന് എന്ന് പറയുന്നത്, ഈ പറയുന്ന പാലക്കാട്ടെ കോൺഗ്രസ് അത് വലിയ ശക്തി ആർജിക്കുകയാണ്. അടുത്ത ഈ പറയുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയുടെ ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു. മറ്റൊന്ന് എന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വികസന പ്രവർത്തനങ്ങൾ അത് വലിയ തോതിൽ ചർച്ചയാവുന്നു. അത് ജനങ്ങളിലേക്ക് എത്തുകയും കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് ആ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ പറയുന്ന പ്രമീള ശശിധരന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തതാണ്. ഈ പ്രമീള ശശിധരന്റെ കാര്യം എന്ന് പറയുന്നത്, പ്രമീള ശശിധരനും ശിവരാജനും മറ്റു ചില BJPയുടെ കൗൺസിലർമാരും നിലവിലെ കൗൺസിലർമാരും, നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പൊ നിലവിലെ ഭരണസമിതിയിൽ അംഗങ്ങളായിട്ടുള്ള ചില കൗൺസിലർമാരും, അതുപോലെ CPMന്റെ മറ്റ് ഒരു കൗൺസിലറും, അങ്ങനെ ഒരു സംഘം ആളുകൾ ഇപ്പോ നഗരസഭയിലെ ഭരണസമിതിയിലുള്ള ഒരു സംഘം ആളുകൾ ഇപ്പോ കോൺഗ്രസ് ക്യാമ്പിലേക്ക് വന്നു കയറാൻ പോകുന്നു. ഈ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ BJP നേതൃത്വത്തിനോട് ഈ ഫോണിലൂടെ നൽകിയ വിശദീകരണം എന്ന് പറയുന്നുണ്ടല്ലോ, അതിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് പോലെ ഇത് വളരെ കറക്റ്റാണ്. ഇത് തന്ത്രപരമായ ഒരു നീക്കം തന്നെയാണ്. പക്ഷേ ആ തന്ത്രം എന്താണ് എന്നുള്ള കാര്യത്തിലാണ് തർക്കമുള്ളത്. ആ തന്ത്രം എക്സാക്ട്ലി പ്രമീള ശശിധരന്റെ തന്ത്രം എന്ന് പറയുന്നത് കോൺഗ്രസ് ക്യാമ്പിലേക്ക് കയറി ചെല്ലണം എന്നുള്ളതാണ് അവരുടെ തന്ത്രം. കാരണം ഒരുപാട് നാളുകളായി ഈ പാലക്കാട് നഗരസഭയെയും ചൊല്ലി പാലക്കാട് BJPയിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികളും അടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്, വിഭാഗീയത നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ശ്രീകൃഷ്ണകുമാറിന്റെ ഭാര്യയായിട്ടുള്ള മിനി കൃഷ്ണകുമാറും അടങ്ങുന്ന ഒരു വിഭാഗം ഒരു ഭാഗത്തുണ്ട്. മറ്റൊരു ഭാഗത്ത് ഇപ്പോഴത്തെ പ്രസിഡന്റായിട്ടുള്ള പ്രശാന്ത് ശിവനും മറ്റു കൂട്ടരും അടങ്ങുന്ന മറ്റൊരു വിഭാഗം ഒരു ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ മറുഭാഗത്ത് ഈ പറയുന്ന പ്രമീള ശശിധരനും ശിവരാജനും ഒക്കെ അടങ്ങുന്ന ഒരു വിഭാഗം മറ്റൊരു ഭാഗത്തുമുണ്ട്. ഈ പറയുന്ന ശ്രീകൃഷ്ണകുമാർ പാലക്കാട്ട് നഗരസഭ ചെയർമാൻ ആവാൻ പറ്റാത്തതിലും, അതുപോലെ അവിടെ പ്രമീള ശശിധരനെ നഗരസഭാ ചെയർമാൻ ആക്കിയത് മുതലേ തുടങ്ങിയതാണ് ഈ അടി എന്ന് പറയുന്നത്. അപ്പോ ഈ വിഭാഗീയതയില് ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. ഈ വിഭാഗീയതയുടെ ഒരു കാര്യം ഞാൻ പറയാം, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ കൃഷ്ണകുമാറിന്റെ ഭാര്യയായിട്ടുള്ള മിനി കൃഷ്ണകുമാർ, അവര് ഈ പറയുന്ന ഒരു ഡിവിഷനിലെ കൗൺസിലറാണ്. പാലക്കാട് നഗരസഭയിലെ ഇപ്പൊ നിലവിലുള്ള ഒരു കൗൺസിലറാണ് കൃഷ്ണകുമാറിന്റെ ഭാര്യയായിട്ടുള്ള മിനി കൃഷ്ണകുമാർ. അവരുടെ വാർഡില് കഴിഞ്ഞ ദിവസം ഒരു പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു. ആ ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയത് എന്ന് പറയുന്നത് രാജ്യസഭാ MP ആയിട്ടുള്ള PT ഉഷയാണ്.
PT ഉഷ വന്ന് ഈ പറയുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ആ പരിപാടി നടത്തുകയും ചെയ്തിട്ട് ആ പരിപാടിയിലേക്ക് ഈ പറയുന്ന പ്രമീള ശശിധരൻ നഗരസഭാ അധ്യക്ഷയെ ക്ഷണിച്ചില്ല എന്ന് മാത്രമല്ല അവരെ പങ്കെടുപ്പിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ അവരെ മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു ഈ പരിപാടി നടത്തിയത്. അപ്പോ ഇതിപ്പോ ഒരു ഉദാഹരണം മാത്രമാണ്. അപ്പൊ ഇത് ഈ നഗരസഭാ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം തുടങ്ങിയ അടിയാണ് ഇത്. അതില് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കൃഷ്ണകുമാറിന് ചെയർമാനാവാൻ പറ്റിയില്ല. അത് മാത്രമല്ല അവിടെ ഈ സംവരണം കൂടി ഉള്ളതാണ്, വനിതാ സംവരണമാണ്. പഞ്ചായത്ത് നഗരസഭാ അധ്യക്ഷ എന്ന് പറയുന്നത് വനിതയാവണം. അപ്പോ അവിടെ വനിതയാവാന് കൃഷ്ണകുമാർ തന്റെ ഭാര്യയായിട്ടുള്ള മിനി കൃഷ്ണകുമാർ നഗരസഭാ അധ്യക്ഷയാവണമെന്ന് പല ആവർത്തി ആവശ്യപ്പെട്ടതും അതിനുവേണ്ടി വലിയ പ്രവർത്തനങ്ങൾ നടത്തിയതുമാണ്. പക്ഷെ അവരെ നഗരസഭാ അധ്യക്ഷയാക്കിയില്ല എന്ന് മാത്രമല്ല ഈ പറയുന്ന പ്രമീള ശശിധരനെയാണ് നഗരസഭാ അധ്യക്ഷയാക്കിയത്. അന്ന് മുതൽ തുടങ്ങിയ അവഗണനയാണ് പാർട്ടിയിലെ ഇവര് ഈ ഒരു പ്രാതിനിധ്യം ലഭിക്കാതെ മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥ പാർട്ടിയിൽ പലപ്പോഴുമായിട്ട് സംഭവിക്കുന്നത്. അപ്പോ ഇതിലൊക്കെ ഒരു നടപടി ഉണ്ടാവണമെന്ന് ഈ പറയുന്ന പ്രമീള ശശിധരന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇവരോടൊക്കെ ഒരു മറുപടി പറയണമെന്ന്. അപ്പോ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലെ 20 ലക്ഷം രൂപ ആസ്തി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വികസനം നടത്തി, ആ റോഡ് നിർമ്മാണം നടത്തി അതിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് ക്ഷണിച്ച ഉടനെ തന്നെ ഇവര് വരുന്നത്, നഗരസഭാ അധ്യക്ഷ എത്തുന്നത്. അവർ ഇത്ര ദിവസം കാത്തിരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാല് ഈ പറയുന്ന ഭരണസമിതി, BJPയുടെ ഭരണസമിതി, ഈ നഗരസഭയുടെ ഭരണസമിതി അതിന്റെ കാലാവധി പൂർത്തിയാക്കാൻ പോവുകയാണ്. ഇനി ഏത് നിമിഷവും ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ പുറത്തു വരും. ആ നോട്ടിഫിക്കേഷൻ വന്നതോടുകൂടി നഗരസഭയുടെ ഈ ഭരണസമിതിയുടെ കാലാവധി തീരുകയും ചെയ്യും. അപ്പോ അവർക്ക് നോക്കി നിൽക്കുന്നത് തന്ത്രപരമായ നീക്കം എന്ന് പറയുന്നത് പ്രമീള ശശിധരനെ സംബന്ധിച്ചിടത്തോളം ഒരു തന്ത്രപരമായ നീക്കമാണ്. കാരണം ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു നിൽക്കുമ്പോൾ ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കോൺഗ്രസിലേക്ക് ചെന്ന് കയറാനുള്ള അവരുടെ ഒരു തന്ത്രപരമായ നീക്കം തന്നെയാണ്. കാരണം കാലാവധി പൂർത്തിയാക്കുകയും വേണം, അതോടൊപ്പം കോൺഗ്രസിലേക്ക് ചെന്ന് കയറുകയും വേണം. ഈ രണ്ട് കാര്യങ്ങളും പ്രമീള ശശിധരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നേട്ടം തന്നെയാണ്. ആ ഒരു നേട്ടം അവർ ഈ ഒരു നടപടി മുന്നിൽ കണ്ടു നിൽക്കുന്ന അവസരത്തില് രാഹുൽ മാങ്കൂട്ടമായിട്ട് ക്ഷണിക്കുന്നു, അവരെ ഈ പരിപാടിയിലേക്ക് വിളിച്ചു വരുത്തുന്നു, അവരെ പങ്കെടുപ്പിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ അവരത് പങ്കെടുക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തന്ത്രപരമായ നീക്കം തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു അവസരം ചിലപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇനി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം ഇനി വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് വലിയ ഒരു സമയം ഇനി നമ്മുടെ മുന്നിലില്ല, വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പറയുന്ന ഒരു അവസരം ഇനി കിട്ടില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു തന്ത്രപരമായ നീക്കം പ്രമീള ശശിധരൻ നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം അവർ മുന്നിൽ കാണുന്നത് ഈ വരുന്ന തെരഞ്ഞെടുപ്പില്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ഈ UDFന്റെ ഭാഗമായിട്ട് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് മത്സരിക്കുവാനും അതുവഴി ഭരണത്തിലേക്ക് തിരിച്ചു കയറുവാനും തന്നെയാണ് അവരുടെ തീരുമാനം. അപ്പൊ കോൺഗ്രസും ആ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നഗരസഭാ ഭരണം തിരിച്ചു പിടിക്കണമെന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു ആവശ്യമാണ്. ആ കാര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കുന്നതും. ഏതുപോലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സന്ദീപ് വാര്യർ നിങ്ങളൊന്ന് ആലോചിക്കണം. സന്ദീപ് വാര്യരെ BJPയിൽ നിന്ന് പറിച്ചെടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവന്ന് കോൺഗ്രസ് ക്യാമ്പിൽ എത്തിച്ചതുപോലെ ഈ ഒരു പറയുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടുകൂടി പ്രമീള ശശിധരനെ പാർട്ടിയിലേക്ക് എത്തിക്കുക വഴി പാലക്കാട്ടെ ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. അവിടെ ഈ പറയുന്നത് നമ്മൾ പ്രമീള ശശിധരൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവിസ്മരിക്കാൻ പറ്റാത്ത മറ്റു ചില പേരുകൾ കൂടിയുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ഈ പറയുന്ന ശിവരാജൻ, പ്രമീള ശശിധരൻ, പിന്നെ BJPയുടെ 1-2 വേറെ കൗൺസിലർമാര്, അതുപോലെ CPMന്റെ നിലവിലെ ഒരു കൗൺസിലർ ഒക്കെ ഈ പറയുന്ന കോൺഗ്രസിലേക്ക് നടന്നു കയറുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടാണ് അവർ നിൽക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇന്നലെ കഴിഞ്ഞ ദിവസം പ്രമീള ശശിധരൻ ഇതിന്റെ ഭാഗമായത് രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം വേദി പങ്കിട്ടത്. മനസ്സിലായില്ലേ? അവര് BJPക്കാര് തടയും, ഞങ്ങൾ കാലുകുത്തിക്കാൻ അനുവദിക്കില്ല, ഞങ്ങൾ പൊതുപരിപാടി നടത്താൻ അനുവദിക്കില്ല എന്നൊക്കെ വെല്ലുവിളിച്ചിട്ടും രാഹുൽ ഇത്ര സജീവമായിട്ട് ഇടപെടുന്നുണ്ടെങ്കിൽ രാഹുൽ പലതും മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് പാലക്കാടിന്റെ മണ്ണിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. അത് വെറും ഒരു MLA ആയിട്ട് തന്റെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക മാത്രമല്ല ലക്ഷ്യമുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ടെ നഗരസഭ അത് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചു പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ശക്തി അത് തെളിയിച്ചു
തെളിയിച്ച് കാണിച്ചു കൊടുക്കണം ജനങ്ങൾക്ക് മുന്നിൽ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വാശി കൂടിയാണ്. അപ്പോ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പ്രമീള ശശിധരനും സംഘവും ഈ പറയുന്ന കോൺഗ്രസ് ക്യാമ്പിലേക്ക് നടന്നു കയറുവാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെയൊക്കെ കാണുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. എന്താണെങ്കിലും പാലക്കാട്ടെ BJP-യില് വലിയ തരത്തിലുള്ള അടി നടക്കുന്നുണ്ട്, വലിയ തരത്തിലുള്ള പൊട്ടിത്തെറിക്കലുകൾ നടക്കുന്നുണ്ട്. പാലക്കാട്ടെ BJP-യുടെ അടിവേരറുത്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വിശ്രമം ഉണ്ടാവുകയുള്ളൂ.